رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول أولي الأمر منكم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ്, നമ്മുടെ എല്ലാവരുടെയും വലിയ നേതൃത്വമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പി ഉസ്താദ്, അതുപോലെ തന്നെ വലിയ വലുതായിരിക്കുന്ന ഉസ്താദന്മാരും വലിയ വലുതായിരിക്കുന്ന സാദാത്യങ്ങളും വലിയ വലുതായിരിക്കുന്ന ഉമറാക്കളും നേതാക്കളും ആലിമീങ്ങളും മറ്റുള്ളതായിരിക്കുന്ന മോമിനികളും സഹോദരന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വലിയ മജ്ലിസാണ്. ഇതിൻ്റെ അകത്തെല്ലാം ഓരോരോ നമുക്കറിയുന്ന ആൾക്കാർ തന്നെ ഓരോരോ പേര് വിളിച്ച് പറയുകയാണെങ്കിൽ അത് കുറേ നേരം പിടിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കിടക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു തആലയുടെ മഹളായ ഫളലുകൊണ്ട് നമ്മളിന്ന് ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നമ്മളുടെ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ ദർബാറിൽ വെച്ച് ഇവിടെ ഒരുമിച്ച് കൂടി ധാരാളം സാദാത്യങ്ങളും പണ്ഡിതന്മാരും ഉമറാക്കളും നേതാക്കളും കൂടിയ ഈ മജ്ലിസിൻ്റെ അകത്ത് അതിലേക്ക് സാക്ഷിയായും കൊടുത്ത് ഒരുമിച്ച് കൂടിയ ആൾക്കാരെല്ലാം ബഹുമാനപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും വലുതായിരിക്കുന്ന നേതൃത്വമായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്, അവരുടെ ആയുസ്സിനെ അള്ളാഹുവിൻ്റെ താഴത്തിലായി നീട്ടി ആരോഗ്യവും ആഫിയത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരു നീണ്ട കാലം നമ്മൾക്ക് നേതൃത്വം വഹിക്കാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എന്നുള്ള പേര് അവർക്ക് ഈ കാലത്തിൻ്റെ അകത്ത്, അതായത് 15-ാം നൂറ്റാണ്ടാണ്, ഈ നൂറാണ്ടിൻ്റെ അകത്ത് അവർക്ക് ഏറ്റവും യോജിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പേരാണ് ലഖബ്. ഒരുപാട് കഴിഞ്ഞ കാലങ്ങളുടെ അകത്ത് ഔലിയാക്കന്മാർക്കെല്ലാം ഓരോരോ നൂറ്റാണ്ടിൻ്റെ അകത്ത് അവർക്ക് മുനാസിബായ അവർക്ക് യോജിച്ചതായിരിക്കുന്ന സ്ഥാനപ്പേരുകൾ അവർക്കുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കുറേ ദീർഘിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മൂമിനുകളെ, സഹോദരന്മാരെ, നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഈ ഉള്ളാളത്തിൻ്റെ അകത്ത് 28 ജമാഅത്തുണ്ട്. 28 ജമാഅത്തും അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരത്തിൻ്റെ രാജ്യത്തിലുള്ളതായിരിക്കുന്ന എല്ലാ ജമാഅത്തുകാരും എല്ലാ മൂമിനീങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കുടെ നേതൃത്വം എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ ആവേശത്തിനും സന്തോഷത്തിലാണ്. പണ്ടുണ്ടായതിനേക്കാൾ മുമ്പുണ്ടായതിനേക്കാളും 50-ലേറെ മഹല്ലുകൾ ഈ ഉസ്താദ് കാലിയാകുന്നതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇനി മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ധാരാളം കാലി ബയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം തയ്യാറെടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സുൽത്താൻ ഉലമയാണ്. അത് ഉലമാക്കന്മാർ ആലിമീങ്ങളുടെ ഇടയിലെല്ലാം അംഗീകരിച്ച് എല്ലാവരും ഒരേ ശബ്ദത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു പേരാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഹിജ്റൻ്റെ 7-ാം നൂറ്റാണ്ടിൻ്റെ അകത്ത് ധാരാളം ഔലിയാക്കന്മാരുണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിൻ്റെ അകത്തും ധാരാളം ഔലിയാക്കന്മാരുണ്ടായിരുന്നു. ധാരാളം വലുതായിരിക്കുന്ന ഇമാമിങ്ങൾ, അയിമ്മത്തുകൾ, പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർക്കെല്ലാം അവരെ മുനാസിബായ ലഖബുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അസ്സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ സുൽത്താനുൽ ഔലിയാ എന്നുള്ള വലിയ ധാരാളം അസ്മാകൾ, 99ഓളം അസ്മാകളുടെ ബഹുമാനപ്പെട്ടവർ. അതിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ടവർ സുൽത്താനുൽ ഔലിയാ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകമായ പേരുണ്ട്. അതുപോലെ തന്നെ ആരിഫീങ്ങളുടെ കൂട്ടത്തിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു. ഈ പോലെ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഔലിയാവ് അസ്സയ്യിദ് അഹ്മദ് അൽ ബദവി റളിയല്ലാഹു. ഇങ്ങനെ ഓരോരോ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലും ഇതുപോലെയുള്ളതായിരിക്കുന്ന എല്ലാ ഔലിയാക്കന്മാരും അംഗീകരിച്ചതായിരിക്കുന്ന ആൾക്കാർ
അന്നത്തെ കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചതായിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഏതാം നൂറ്റാണ്ട് ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ അബ്ദുസ്സലാം. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ ഹിജറൻ്റെ 660 വഫാത്തായത്. അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹം പഠിച്ചതും എല്ലാം അത് പിന്നെ ദമസ്കിലാണെങ്കിലും സാമിലാണെങ്കിലും പിന്നെ അവിടെ തന്നെ പിന്നെ അദ്ദേഹം ഖത്തീബായിട്ട് അന്നത്തെ രാജാവ് അദ്ദേഹം അവിടെ ഖത്തീബായി നിശ്ചയിച്ചു. അതിൻ്റെ ശേഷം അദ്ദേഹം മിസ്റിലേക്ക് വന്നു. മിസ്റിൻ്റെ അകത്ത് അദ്ദേഹത്തിനേക്ക് വലിയതായിരിക്കുന്ന സ്ഥാനവും പദവികളും എല്ലാം കൂടി എല്ലാ വിഷയത്തിൻ്റെ അകത്തും ആലിമീങ്ങളിൽ തർക്കമില്ലാത്ത ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടതായിരിക്കുന്ന പിന്നെ സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. അദ്ദേഹം വലിയ ഉലമാവിൻ്റെ ഇടയിൽ സുൽത്താനുൽ ഉലമ എന്ന പേര് വെക്കാൻ വേണ്ടിയിട്ട് മുനാസിബായി യോജിച്ചതായിരിക്കുന്ന ആൾക്കാരാണ് ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ ദഖീഖുൽ ഈദിനെ പോലെയുള്ള അന്നത്തെ വലിയതായിരിക്കുന്ന പണ്ഡിതന്മാർ. അവരെല്ലാം വലിയ സ്ഥാനത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ സുൽത്താൻ ഉലമാൻ്റെ ശിഷ്യനും കൂടിയാണ് ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ ഇബ്നു ദഖീഖുൽ ഈദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് വലിയ മഹത്വമുണ്ട്. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബായ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇശാറത്തിനും വറക്കത്തിനും കാണുന്ന ആളായിരുന്നു. ഒരു ദിവസം സ്വപ്നത്തിൽ യക്വത്തിൽ തന്നെ കണ്ടുകൊണ്ട് പറയുന്നു, നിങ്ങൾ പിന്നെ സുൽത്താനുൽ ഉലമ ഇബ്നു അബ്ദുസ്സലാമിലേക്ക് എൻ്റെ ഒരു അസ്സലാമു അലൈക്കും പറയണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബുൽ ഹസൻ ഷാദിരി തങ്ങളോട് ഏൽപ്പിച്ചിരുന്നു. അത്രയും വലുതായിരിക്കുന്ന സ്ഥാനമുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കിനാവത്ത് കാണുന്ന ധാരാളം ഔലിയാക്കന്മാർ കാണലുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഒരു സലാം പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനേക്ക് വലിയ മഹത്വങ്ങളുണ്ട്. ഒരവസരത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിന് രാത്രി സമയത്ത് പിന്നെ ഇഹ്തിലാമുണ്ടായി, സ്മരണമുണ്ടായി. അതിന് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിനടുക്കൽ പോകുമ്പോൾ വെള്ളം അവിടെ കട്ട കെട്ടിയിരുന്നു. ആ വെള്ളത്തിനെല്ലാം കട്ട കെട്ടിയതായിരിക്കുന്ന കട്ടകളെ പൊടിയാക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ അന്ന് പിന്നെ ജനാബത്ത് കുളിച്ചു. അദ്ദേഹത്തിനേക്ക് ഗൈബിയായ ഭാഗത്തിൻ്റെ ഒരു പിടിവാളം കേട്ടു. ഇബ്നുസ്സലാം നിങ്ങൾക്ക് ഞാൻ ഇതിന് ഇത്രയും പ്രയാസപ്പെട്ടിട്ട് നിങ്ങൾ ഈ കുളിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദുന്യാവിനെയും ആഖിറത്തിനെയും ഇസ്സത്തിനെ ഞാൻ നിങ്ങൾക്ക് ആക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വലിയ സന്തോഷമായി. ഇലാഹിയായ ഭാഗത്തു നിന്നുള്ളതായിരിക്കുന്ന പടിയാണ്. അതുമുതൽ ഇസുദ്ദീൻ എന്നുള്ള പേര് അദ്ദേഹത്തിനേക്ക് അവിടെ അറിയപ്പെട്ടു. ആ സ്ഥാനം അത് അവർ നേരെ പേര് അബ്ദുൽ അസീസ് എന്നാണ്. ഏതായാലും പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ ഓരോരോ കാലത്തിൻ്റെ അകത്തും അതത് കാലത്തിൻ്റെ അകത്ത് യോജിച്ചതായിരിക്കുന്ന പിന്നെ ആലിമീങ്ങൾക്ക് അവരോട് മുനാസിബായതായിരിക്കുന്ന പേരുകളുണ്ടായിരുന്നു. ധാരാളം ശംസുൽ ഉലമ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ശംസുൽ ഉലമ എന്നുള്ള പേരുള്ള ആൾക്കാരുണ്ടായിരുന്നു. അന്നത്തെ ആലിമികൾ കൂടി വെച്ച പേരാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിനിക്ക് പടച്ചവനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിനുള്ളതായിരിക്കുന്ന എല്ലാ സേവനങ്ങളും എല്ലാ ജാതികളും പൊരുത്തപ്പെടുന്നതായിരിക്കുന്ന ഒന്നാണ്. ഇന്ന് മുന്നാന്ന് വയനാട് വെള്ളത്തിൻ്റെ മുസീബത്ത് വന്നപ്പോൾ അവിടെ 100ഓളം വീടുകൾ നമ്മൾ വകയിലായിട്ട് കെട്ടിത്തരാമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട്, അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ്റെ നാനാഭാഗത്തിൻ്റെ അകത്തും അദ്ദേഹത്തിൻ്റെ ദീനിയായ പ്രചരണവും അതേപോലെ തന്നെ ദഅവത്തും എല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. അതെല്ലാം ഞാൻ പറയാൻ ഈ സമയത്ത് സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ധാരാളം ആൾക്കാർ ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന ഫേറോഡ് ഉസ്താദ്, അതുപോലെ തന്നെ ചുള്ളിക്കോട് ഉസ്താദ് തുടങ്ങിയുള്ള നല്ല സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ ധാരാളം ഉള്ളതുകൊണ്ട് എല്ലാ സമയവും അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് പരിപൂർണമായ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ് അല്ലാഹു കൊടുത്തു. നമ്മൾക്ക് എല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാർക്കെല്ലാം അവരെ നേതൃത്വത്തിലായിട്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നസ്റും മിനല്ലാഹി വഫതുൻ കരീം എന്ന വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷ ആമുഖ പ്രസംഗം
സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഷെയ്ഖുന റഈസുൽ ഉലമ ഇ സലീമാൻ ഉസ്താദ് നിർവഹിക്കുന്നു. അഗാധമായ